ദൈവത്തിരുനാമത്തിന് മഹത്വം. സകലാധിപനെ നിൻ സ്നേഹിത നിബിയ പ്രാർത്ഥനയാൽ നിൻ സുവിശേഷം ഘോഷിച്ച സ്ലീഹ യാചനയാൽ ഭൂതലെ നാനാ ഭാവത്തും നിവസിപ്പിക്കുക നിൻ ശാന്തി. ദൈവിക ശക്തി ധരിച്ചവര ശുദ്ധ സഹദേന്മാർ ദുഷ്ടന്മാരാം രാജാക്കൾക്കെതിരെ പോരാടി ഈ ഭൂവിനിരകൾ നീവതിച്ചു വിജയ കിരീടങ്ങൾ നേടി. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നാം ദൈവത്തിന്റെ വൻകൃപയാൽ ദൈവത്തിന്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ തിരുവചനത്തിലൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് ഒരു അവസരം കൂടെ ഒരുക്കി തന്ന ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം അതെ എല്ലാ കൂട്ടുകാർക്കും നമ്മെ ശ്രദ്ധിക്കുന്നവനായ, നമ്മെ പരിപാലിക്കുന്നവനായ, സർവശക്തനും കാര്യവാനും കൃപാലുമായ പൊന്നേശന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുക. ഹല്ലേലൂയ. ഇന്ന് നാം ഒരുമിച്ച് ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിലൂടെ സഞ്ചരിക്കുവാൻ യാത്ര തുടരുകയാണ്. അതിലേക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8, 9, 10, 11 വരെയുള്ള തിരുവചനത്തിലൂടെ നമുക്ക് അതിവേഗം യാത്ര തുടരാം. നമ്മുടെ യാത്ര ശുഭകരമായി തീരട്ടെ. സിയോനിൽ എത്തിച്ചേരുവരെയും നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് മുന്നേറാം. നമ്മുടെ പിതാക്കന്മാർ ധീരതയോടെ കർത്താവിനെ ധരിച്ച് മുന്നേറി രാജാക്കന്മാരോട്, ദുഷ്ടന്മാരാൻ രാജാക്കന്മാരോട് പോരാടി കിരീടങ്ങൾ നേടിയെന്ന് നാം ഗീതത്തിലൂടെ അതെ അയവിറക്കുവാൻ ദൈവം ഭാഗ്യം തന്നെങ്കിൽ നമുക്കൊന്ന് യാത്ര തുടരാം. ഹല്ലേലൂയ. 3-ാം അധ്യായം വെളിപ്പാട് 8-ാം തിരുവചനം നമുക്ക് വായിച്ച് മുന്നേറാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ച് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിഭീകരമായിരിക്കുന്ന പ്രേതന്മാർ അലഞ്ഞു നടന്ന് ഓടി നടന്ന് യെശയ്യാപ്രവചനം 26, 16, 17, 18 വാക്യം തിരുവചനം വായിച്ചു നോക്കിയാൽ കാണാം. പ്രേതന്മാർ ഓടി നടന്ന് അതേ സകലത്തെയും അനീതി, അക്രമം, കൊലയും കൊലവിളിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് അവിടെ പറയുന്നുണ്ട്, അത് എൻ്റെ ജനമേ വന്ന് അറയിൽ കിടന്ന് വാതിലടച്ച് ഒളിച്ചിരിക്കുക, അല്പകാലത്തേക്ക് ഒളിച്ചിരിക്കുകയാണ്, ക്രോധം കടന്നു പോകുവോളം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞത് അങ്ങനെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് മുന്നേറുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് നമ്മോട് ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ജീവനുള്ള വചനം കർത്താവ് പറയാണ്, അതെ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാനും നിന്നെ കാക്കും. നമ്മുടെ ആഹാരമാണ്, നമ്മുടെ ജീവനാണ്. ഈ തിരുവചനം ധ്യാനിക്കുകയും അതേ അവനെ അവിടെ നിന്ന് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമെന്ന് തിരിച്ചറിഞ്ഞ പൗലോസ്ലീഹ എന്താണ് പറയുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 17 പറയുന്നു, ഇതിനായിട്ടല്ലോ
ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. എൻ്റെ ശക്തി നിന്നിൽ കാണിക്കേണ്ടതിന്, എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിന് തന്നെ എന്നാണ് അവിടെ നമ്മളോട് വ്യക്തമായിട്ട് അവിടെ സംസാരിച്ചിട്ടുള്ളത്. ഒരു വിശ്വാസി ധീരതയോടെ മുന്നേറുമ്പോൾ മാത്രമേ ധീരനായ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും രുചിക്കുവാനും അവനെ ധരിച്ചുകൊണ്ട് മുന്നോട്ട് ഓടുവാനും നമുക്ക് കഴിയൂ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ആയതുകൊണ്ട് അതെ, ഈ കാലഘട്ടത്തിൽ അതിശീഘ്രതയോടെ നമുക്ക് കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്നാൽ കർത്താവ് പറയാ, അതെ ഹല്ലേലൂയ, നിന്റെ കിരീടം അതെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിക്കൊള്ളാനാണ് കർത്താവ് പറഞ്ഞത്. സഹിഷ്ണുതയെ കുറിച്ച് എൻ്റെ വചനം നീ കാത്തു. അതെ, ചിലരെ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. സാത്താനൻ സ്നേഹിക്കുന്നവരും ആരാണെന്ന് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയുവാൻ നമുക്ക് ബുദ്ധി തരും, ജ്ഞാനം തരും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്. പൗലോസ്ലീഹ പറയുന്നതായ അനുഭവം നമുക്ക് ഓരോരുത്തരും അതെ കൈമുതലാക്കാനായിട്ട് കഴിയും. അത് നമ്മുടെ നിധിയാണ്, സ്വത്താണ്. വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്നതാണ്. അത് കർത്താവ് പറഞ്ഞു, വിളിക്കപ്പെട്ടവർക്കും വിശുദ്ധന്മാരുമായി ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി എഴുതുന്നതാണ് ഈ തിരുവചനം. ആ തിരുവചനത്തിലൂടെ നമുക്ക് മുന്നേറാം. ഈ വലിയ നോമ്പിലേക്ക് നാം കടക്കുകയാണല്ലോ. ആയതുകൊണ്ട് വിശുദ്ധിയോടും വെടിപ്പോടും ഭയത്തോടും ഭക്തിയോടും കൂടെ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്നാണ് ഇവിടെ നമ്മോട് ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള വചനം എന്നോടും നിങ്ങളോടും പറയുന്നത്. കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും ദൈവ ആശ്രയത്തിൽ നമുക്ക് മുന്നേറാം. പ്രാന്താലയമാകുന്ന കൊച്ചു കേരളത്തില് പ്രേതന്മാരുടെ ആത്മാവ് മാറ്റി ദൈവത്തിൻ്റെ മക്കളെ അവിടുന്ന് പൊന്നുപോലെ സൂക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, വചനങ്ങളാൽ നിറയ്ക്കട്ടെ. വിശുദ്ധിയിൽ മുന്നേറാം. വിശുദ്ധർ ദൈവത്തെ ധരിച്ച് ധീരതയോടെ മുന്നേറിയതുപോലെ ധീരനാം യേശുവിൻ്റെ പിന്നാലെ നമുക്ക് മുന്നേറാം. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും എന്നരുളിച്ചത് കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവരോടും ഒരിക്കൽ കൂടെ എല്ലാ സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവനാമം മാത്രം മഹത്വം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.